നമസ്തേ, എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 11 അവസാന ഭാഗം 26ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ സ്വയംഭുവ മനു മുത്തശ്ശൻ ധ്രുവനെ ഉപദേശിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ആദ്യം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് കണ്ടത് ആ പ്രപഞ്ച തത്വത്തെക്കുറിച്ച്, ഈശ്വരൻ എന്ന തത്വത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. അതായത് സർവചരാചരങ്ങളിലും വസിക്കുന്ന ആ ഒരു ഭഗവാനെ ഈ ലോകം മുഴുവനും ഒന്നായി കാണുകയാണ് വേണ്ടത്, പലതായി കാണരുത്. ഈ ദ്വൈതത്തിൽ നിന്നാണ് ഈ കോപമൊക്കെ ഉണ്ടാകുന്നത്. കോപമാണ് നിന്നെ കൊണ്ട് ഈ ഒരു മഹാപാപം, യക്ഷന്മാരെ കൊന്നൊടുക്കുക എന്ന മഹാപാപം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവസാനിപ്പിക്കുക. സർവചരാചരങ്ങളിലും ഭഗവാൻ തുല്യനാണ്. ഭഗവാന് ബന്ധു ശത്രു എന്ന വ്യത്യാസങ്ങളില്ല എന്നിങ്ങനെയുള്ള ആ ഈശ്വര തത്വത്തെക്കുറിച്ച് മുഴുവനും പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അവസാനത്തിൽ 26ാമത്തെ ശ്ലോകത്തിലായിട്ട് പറയുന്നു, ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂദേശഃ ഭൂതഭാവനഃ സ്വശക്ത്യാ മായയാ യുക്തഃ സൃജതി അത്തി ചപാതി ച. ഏഷഃ, ഇങ്ങനെയൊക്കെ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഭഗവാൻ ഭൂതാത്മാ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഭഗവാൻ, ഭൂത ഈശ, സർവചരാചരങ്ങളുടെയും ഈശ്വരനായിട്ട് അവയെയെല്ലാം നിയന്ത്രിക്കുന്ന ആ ഭഗവാൻ, ഭൂതഭാവനഃ, ഈ എല്ലാ ജീവസത്തകളും ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് സങ്കല്പിക്കുന്നത് ആ ഭഗവാനാണല്ലോ. ആ ഭാവന ചെയ്യുന്നത് അതാണ് ഭൂതങ്ങൾ, സർവഭൂതങ്ങളും ഇങ്ങനെയാവണം, ഇങ്ങനെ ജനിക്കണം, ഇങ്ങനെ ആയിത്തീരണം എന്നൊക്കെ സങ്കല്പിക്കുന്ന, ഭാവന ചെയ്യുന്ന ആ ഭഗവാൻ. ഭൂതാനി, എല്ലാ ജീവസത്തകളിലും സ്വശക്തിയ, സ്വന്തം ശക്തിയാകുന്ന മായയായുക്ത, മായയാകുന്ന കലർപ്പോടു കൂടിയിട്ട്, കലർപ്പിനെ ഉപയോഗിച്ച് ഇതിനെയെല്ലാം, ഭൂതാനി എന്ന് വെച്ചാൽ സർവചരാചരങ്ങളെയും, സൃജതി സൃഷ്ടിക്കുന്നു, അത്തി സംഹരിക്കുന്നു, പാതി പരിപാലിക്കുന്നു. അപ്പോൾ എല്ലാ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ, എല്ലാത്തിൻ്റെയും നിയന്താവായ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ, എല്ലാത്തിനെയും ഭാവന ചെയ്യുന്ന, സങ്കല്പിക്കുന്ന ആ ഭഗവാൻ, സ്വന്തം തന്നെ മായാശക്തി, അതായത് ആ പ്രകൃതി സ്വന്തം തന്നെ മായാശക്തിയെ ഉപയോഗിച്ച്, മായ എന്ന് പറയുന്ന ഒരു കലർപ്പാണ്. സത്യത്തെ, സ്വർണത്തിനെ നമ്മൾ ആഭരണങ്ങളാക്കുമ്പോൾ സ്വർണത്തിൽ നമ്മൾ ചെമ്പ് കൂട്ടുന്നത് പോലെ, അപ്പോഴാണ് അതിന് ഈടുണ്ടാവുക. അല്ലാണ്ട് പ്യുവർ സ്വർണത്തെ ഉപയോഗിച്ച് നമുക്ക് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം മാറ്റ് ചേർക്കുന്നത് പോലെ, കലർപ്പ് ചേർക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ, മനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ശുദ്ധമായ തങ്കത്തിലേക്ക് ചെമ്പ് ചേർത്ത് അതിനെ കലർപ്പിലേക്ക് വരുത്തിയാലേ മനോഹരമായ ആഭരണങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, ഈ മനോഹരമായ ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് ആ ഭഗവാൻ മായ എന്ന കലർപ്പിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വരുന്ന വ്യതിചലനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു. ആ ഭഗവാൻ ഇതാ സംരക്ഷിക്കുന്നു. അപ്പോൾ സർവ്വതിനും കാരണം ഭഗവാൻ, എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നത് ഭഗവാൻ, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ, എല്ലാം ഇങ്ങനെ സംഭവിക്കണമെന്ന് ഭാവന ചെയ്യുന്നതും ഒരേ ഭഗവാൻ. അപ്പോൾ എന്താ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 27. തം ഏവ മൃത്യും അമൃതം താതാ ദൈവം സർവോത്മനഃ ഉബേഹി ജഗത്പരായണം യസ്മൈ ബലീം വിശ്വസൃജഃ ഹരന്തി ഗാവഃ യഥാ വൈ
നസി ദാമയന്ത്രിതഃ ദാമയന്ത്രിതഃ തം ഏവ ആ ഭഗവാൻ മൃത്യു മരണത്തെ നൽകുന്ന കാലസ്വരൂപൻ ആ ഭഗവാനാണ്. അമൃതം മരണമില്ലാത്ത അമൃതത്തെ അമരത്വത്തെ നൽകുന്നതും ആ മോക്ഷത്തെ നൽകുന്നതും ആ ഭഗവാൻ തന്നെ. താതാ അല്ലയോ പുത്ര ദൈവം ആ പരമോന്നതനായ ഭഗവാൻ മരണമായിരിക്കുന്നതും അമരത്വവുമായിരിക്കുന്നതും പരമോന്നത ശക്തിയായിരിക്കുന്നതും സർവാത്മന ഉബേഹി ജഗത്പരായണം ജഗത്പരായണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഈ പ്രപഞ്ചം മുഴുവൻ അഭയം പ്രാപിക്കുന്ന ആശ്രയസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉദ്ഭവസ്ഥാനമായിരിക്കുന്നതുമായ ആ ഭഗവാനെ സർവാത്മന അല്ലയോ പുത്ര നീ എല്ലാ തരത്തിലും ഉബേഹി പോയി സറണ്ടറാവൂന്ന് ആ ഭഗവാനിൽ, അല്ലെങ്കിൽ നീ നിന്നെ തന്നെ പൂർണ്ണമായും ആ ഭഗവാനിൽ സമർപ്പിക്കൂ, പൂർണ്ണമായി നീ ആ ഭഗവാനിൽ കീഴടങ്ങൂ. അതാണ് ആ പറയുന്നത് ഉബേഹി കീഴടങ്ങൂ. യസ്മൈ ആ ഭഗവാനിലാണ് നീയെന്ന് മാത്രമല്ല ആ ഭഗവാനിലാണ് വിശ്വസൃജഃ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവുണ്ടല്ലോ, സൃഷ്ടികർത്താവ് മുതലായ ബ്രഹ്മാവ് മുതലായ എല്ലാ ദേവന്മാരും ആ ഭഗവാനിലാണ് ബലിയും സർവ്വതിനെയും ഹരന്തി സമർപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടൊരു ഉദാഹരണം പറയാണ്, ഗാവഹ കാളകൾ യഥാവൈ എന്ന പോലെ നസി മൂക്കിലൂടെ ദാമയന്ത്രിതഃ മൂക്കിലൂടെ മൂക്ക് കയറിട്ടിട്ട് കാളകൾ ബന്ധിക്കപ്പെടുന്നത് പോലെ ബ്രഹ്മാവ് മുതലുള്ള സൃഷ്ടികർത്താവ് മുതലുള്ള സർവ്വതും ആ ഭഗവാനാൽ ബന്ധിക്കപ്പെട്ട് ആ ഭഗവാനാണ് ആ കയറിട്ട് പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ഭഗവാനിലേക്ക് ബന്ധിക്കപ്പെട്ടിട്ടുള്ള കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള പശുക്കളെ പോലെയാണെന്ന് ബ്രഹ്മാവ് മുതലുള്ള സകലതും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തൊട്ട് സർവചരാചരങ്ങളും ഏറ്റവും ചെറിയ കൃമികീടങ്ങൾ വരെ എല്ലാം മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന കാളകളെ പോലെ ഭഗവാനാൽ നിയന്ത്രിതരാണ് എല്ലാവരും. അങ്ങനെയുള്ള ഭഗവാനിൽ മരണവുമായിരിക്കുന്നതും അമരത്വമായിരിക്കുന്നതും പരമദൈവമായിരിക്കുന്നതും ജഗത്തിൻ്റെ ഉദ്ഭവസ്ഥാനവുമായ ആ ഭഗവാനിൽ നീ കീഴടങ്ങൂ മകനെ. ആ ഭഗവാനിൽ നീ നിന്നെ സ്വയം സമർപ്പിക്കൂ മകനെ. അപ്പോൾ നീ മാത്രമല്ല ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും ആ ഭഗവാനിൽ സകലതിനെയും കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഉൾപ്പെടെ സകലരും ഈ മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ട പശുക്കളെ പോലെ ഭഗവാനിലേക്ക് ഭഗവാനാൽ നിയന്ത്രിതരാണ്, ഭഗവാനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് സകലതും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 28. യഹ പഞ്ചവർഷഃ ജനനീ ത്വം വിഹായ മാതു സപത്ന്യവചസാ ഭിന്നമർമ്മ വനം ഗതഃ തപസാ പ്രത്യക് അക്ഷം ആരാധ്യ ലേബേ മൂർധനി പദം ത്രിലോക്യ. യഹ ആ ഭഗവാനിൽ ത്വം നീ പഞ്ചവർഷഃ വെറും 5 വയസ്സ് മാത്രമുള്ളപ്പോൾ ജനനി നിൻ്റെ അമ്മയെ വിഹായ ഉപേക്ഷിച്ചിട്ട് മാതു സപത്ന്യ അമ്മയുടെ സപത്നിയായ ചിറ്റമ്മ പറഞ്ഞ വചസ വാക്കുകൾ കേട്ട് ഭിന്നമർമ്മ മനസ്സ് പിളർന്നിട്ട് വനം ഗത വനത്തിൽ പോയി തപസ് ചെയ്ത് പ്രത്യക് അക്ഷം ആ ഭഗവാനെ ആരാധിച്ചിട്ട് ലേബേ നേടിയെടുത്തു ത്രിലോക്യ 3 ലോകങ്ങൾക്കും മൂർധനി മുകളിലുള്ള പരമമായ പദത്തെ നേടിയവനാണ് നീ. അത് നീ മറന്നോ മകനെ? നിനക്ക് വെറും 5 വയസ്സ് മാത്രമുള്ളപ്പോൾ നിന്റെ അമ്മയെ പോലും നീ ഉപേക്ഷിച്ച് ചിറ്റമ്മ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മനസ്സ് മുറിഞ്ഞ വേദനയോടുകൂടി കാട്ടിൽ പോയി ആ ഭഗവാനെ തപസ് ചെയ്ത് ത്രിലോകങ്ങൾക്കും മുകളിലുള്ള പരമപദത്തെ നേടിയവനാണ് നീ. അത് നീ മറന്നോ? അന്ന് ഏതു മനസ്സ് വെച്ചായിരുന്നു നീ ആ ഭഗവാനെ തപസ് ചെയ്തത്? അതേ സങ്കല്പത്തെ അതേ മനോതലത്തെ നീ തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് ആ പറയുന്നത്. ശ്ലോകം 29. തം ഏനം അംഗ ആത്മനി മുക്ത വിഗ്രഹേ വ്യപാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനം അന്വിച്ച വിമുക്തം ആത്മദൃക് യസ്മിൻ ഇദം ഭേദം അസത് പ്രതീയതേ. തം ഏനം ആ ഭഗവാനെ അംഗ അല്ലയോ പുത്ര ആത്മനി എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടാ. അല്ലയോ പുത്ര ആ ഭഗവാനെ നീ ആത്മനി നിൻ്റെ മനസ്സുകൊണ്ട് മുക്ത വിഗ്രഹേന്ന് കണ്ടോ വിഗ്രഹാരാധനയെ ഉപേക്ഷിക്കുക. ആ തലം കഴിഞ്ഞു, അത് ഉപേക്ഷിച്ചിട്ട് ഒരു വിഗ്രഹരൂപത്തിൽ കാണുന്നതിനെ മുക്തഹ ഉപേക്ഷിച്ചിട്ട് വ്യപാശ്രിതം നിൻ്റെ മനസ്സിൽ ആത്മനീ വ്യപാശ്രിതം നിൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന നിർഗുണം
ത്രിഗുണങ്ങൾക്ക് അതീതമായി, അതായത് ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാം ത്രിഗുണങ്ങൾക്ക് വിധേയരാണ്. ത്രിഗുണങ്ങൾക്കും അതീതൻ എന്ന് വെച്ചാൽ രൂപമില്ലാത്ത ആ പരമമായ ശക്തിയെ, ഏകം ഒരേ ഒന്നിനെ, അക്ഷരം നാശമില്ലാത്ത ആ ശക്തിയെ, ആത്മാനം നിന്റെയൊക്കെ സർവചരാചരങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ട് ജീവാത്മാവായിരിക്കുന്ന ആ ശക്തിയെ, ആത്മദൃക്ക് ഉള്ളിലേക്ക് നോക്കണമെന്ന് അതിനെ കാണണമെങ്കിൽ ആത്മദൃക്ക് ഉള്ളിലേക്ക് നോക്കിയിട്ട് അന്വേഷിച്ച കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. വിമുക്തം എല്ലാത്തിൽ നിന്നും മുക്തമായി കളങ്കരഹിതമായ ആ ഭഗവാനെ, എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന വിഗ്രഹരൂപത്തിലല്ല, നിർഗുണവും ഏകവും അക്ഷരവും കളങ്കരഹിതനും വിമുക്തനുമായിരിക്കുന്ന ആ ഭഗവാനെ നീ പുറമേക്ക് നോക്കിയാൽ കാണില്ല. ഉള്ളിലേക്ക് നോക്കിയിട്ട് ആത്മദൃക്ക് നിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നീ അന്വേഷിച്ച കണ്ടുപിടിക്കൂ നിന്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ. യസ്മിൻ ആ ഭഗവാനിൽ ഇതം ഭേദം, ഇങ്ങനെ രൂപഭേദം ഉണ്ടല്ലോ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഗണപതി, പല പല ദേവരൂപത്തിലും അങ്ങനെയുള്ള രൂപഭേദങ്ങൾ ആ ഭഗവാനിൽ ഇത്തരം ഇതം ഭേദം രൂപഭേദത്തെ, അസത്ത് എന്ന് വെച്ചാൽ അത് അസത്താണ്, അയഥാർത്ഥം യഥാർത്ഥമല്ല, നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി മായയോട് കലർന്ന് ഭഗവാൻ സ്വീകരിച്ചതാണ് ആ രൂപഭേദങ്ങൾ, അത് വേണ്ട, അത് യഥാർത്ഥമല്ല. അപ്പോൾ അസത്തായിട്ടുള്ള അയഥാർത്ഥം എന്ന് വെച്ചാൽ അയഥാർത്ഥം യഥാർത്ഥമല്ലാത്തതായ ആ പ്രതീയത, യഥാർത്ഥമല്ലാത്തതായിട്ട് പ്രതീയത എന്നാൽ കാണപ്പെടുന്ന ഈ രൂപഭേദങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക, എന്നിട്ട് വിഗ്രഹാരാധനയെ ഉപേക്ഷിക്കുക, എന്നിട്ട് നിർഗുണനായ ഏകമായ അക്ഷരമായ വിമുക്തനായ ആ എല്ലാവരുടെയും ഉള്ളിലും ജീവാത്മാവായി ഈ ശരീരത്തിൻ്റെ ഉടമയായിട്ടിരിക്കുന്ന ആ ജീവാത്മാവായിരിക്കുന്ന ഈശ്വരനെ ഉള്ളിലേക്ക് നോക്കി നീ സ്വയം കണ്ടെത്തൂ. ആ ഭഗവാനെ ഇങ്ങനെ രൂപഭേദങ്ങളിൽ നീ കാണുന്നത് നിർത്തൂ. എന്നിട്ട് അങ്ങനെ രൂപഭേദങ്ങളിൽ കാണുമ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ത്രിമൂർത്തികളാണ് ദൈവം. ഇവരൊക്കെ സാധാരണ മനുഷ്യർ, ഇവരൊക്കെ മൃഗങ്ങൾ, ഇവരൊക്കെ സസ്യങ്ങൾ എന്ന് തോന്നും രൂപഭേദത്തിൽ കാണുമ്പോൾ. എന്നിട്ട് ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന വിഗ്രഹാരൂപത്തിലിരിക്കുന്ന ദേവീദേവന്മാരായിട്ടുള്ള സങ്കല്പങ്ങളാണ് ദേവൻ ഈശ്വരൻ, ബാക്കിയുള്ളവരൊക്കെ മനുഷ്യർ, മൃഗങ്ങൾ എന്ന വ്യത്യാസം നിനക്ക് തോന്നും. അപ്പം രൂപഭേദം വേണ്ട, വിഗ്രഹാരാധനയും വേണ്ട, സർവ്വതിലും ആത്മാവായിരിക്കുന്ന ഈശ്വരനെ അറിയണം, അതിനുള്ളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ശ്ലോകം 30 ത്വം പ്രത്യക് ആത്മനി തഥാ ഭഗവതി അനന്തേ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഭക്തിം വിദായ പരമാം ശനഗൈ അവിദ്യ ഗ്രന്ഥിം ബിഭേത്സ്യസി മമ അഹം ഇതി പ്രരൂഢം. ത്വം നീ പ്രത്യക് ആത്മനി നിന്റെ ഉള്ളിലിരിക്കുന്ന തഥാന്ന് വെച്ചാൽ ആ സമയത്ത് നീ നിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവാത്മാവിനെ കണ്ടെത്താൻ നീ നിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പ്രത്യകാത്മനി നിന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവതി ആ ഭഗവാൻ അനന്തേ അവസാനമില്ലാത്തവനാണ്, ആനന്ദമാത്ര പരമാനന്ദ സ്വരൂപനാണ്. നിനക്കറിയാൻ പറ്റും ഒരു ആനന്ദം. ഉപപന്ന സമസ്ത ശക്തോ എല്ലാ ശക്തിയുടെയും ഉറവിടമാണ് ആ ഭഗവാൻ. ആ ഭഗവാനിൽ ഭക്തിം വിദായ പരമമായ നിഷ്കളങ്കമായ ഭക്തിയെ ഉണ്ടാക്കി, പരമമായ ഭക്തിയെ ഉണ്ടാക്കി, ശനഖൈ വളരെ പെട്ടെന്ന് അവിദ്യാഗ്രന്ഥിയും അവിദ്യയാകുന്ന കെട്ടുണ്ടല്ലോ, ആ കെട്ടിനെ പറയുന്നതാണ് മമ അഹം ഇതി പ്രരൂഢം. മമ എൻ്റെ, അഹം ഞാൻ, ഇതി ഇപ്രകാരമുള്ള പ്രരൂഢം രൂഢമായിരിക്കുന്ന ശക്തമായി ഉറച്ചിരിക്കുന്ന അവിദ്യയാകുന്ന കെട്ടിനെ ബിഭേത്സ്യസി വളരെ പെട്ടെന്ന് നീ എന്താ പറയുക പൊട്ടിച്ചു കളയും ആ കെട്ടിനെ എന്ന്. നീ പുറമേക്ക് നോക്കാതെ നിന്റെ ഉള്ളിലേക്ക് ജീവാത്മാവായിരിക്കുന്ന വിഗ്രഹാരാധനയും ദ്വൈതഭേദരൂപങ്ങളൊക്കെ കളഞ്ഞ് നിന്റെ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്താൻ നീ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ സമയത്ത് പരമാനന്ദ സ്വരൂപനായ അവസാനമില്ലാത്ത അനന്തനായ സർവശക്തിയുടെയും ഉറവിടമായ ആ ഭഗവാനിൽ പരമമായ ഭക്തിയെ നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ നിന്റെ ഉള്ളിൽ ഇത്ര കാലമായി വേരുറച്ചു നിൽക്കുന്ന ഞാൻ, എൻ്റെ എന്നൊക്കെയുള്ള അവിദ്യയുടെ അജ്ഞാനത്തിൻ്റെ കെട്ടിനെ വളരെ പെട്ടെന്ന് നിനക്ക് പൊട്ടിച്ചെറിയാൻ സാധിക്കും. അതിന് പുറത്തേക്ക് നോക്കിയാൽ സാധിക്കില്ല, ഉള്ളിലേക്ക് നോക്കണം. ഈശ്വരനെ രൂപത്തിൽ സങ്കല്പിച്ചാൽ, അതായത് നമ്മൾ ഭക്തിയുടെ രണ്ട് സഗുണഭക്തി നിർഗുണഭക്തി ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്, ആ സഗുണ ആരാധനയുടെ ഒരു ലിമിറ്റ് പരിമിതി എന്ന് പറയുന്നത്, പരിധി എന്ന് പറയുന്നത് അതാണ്.
അത് രൂപത്തിൽ മാത്രം വരുമ്പോൾ ആ രൂപമല്ലാത്തതിൽ ഒന്നിലും ഈശ്വരനെ കാണില്ല. നിർഗുണമാവുമ്പോൾ രൂപമില്ല, അപ്പം സകലതിലും ഈശ്വരനെ കാണും. അപ്പം ആ രൂപഭേദത്തെ ഉപേക്ഷിച്ച് സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണണമെങ്കിൽ ആദ്യം അവനവൻ്റെ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ അറിയണം. അതേ ആത്മാവ് സകലത്തിലുമുണ്ട് എന്നറിയുമ്പോൾ ആ ഒരു ഭക്തി വരുമ്പോഴാണ് ആ മായയുടെ കെട്ട്, രൂപത്തിലിരിക്കുന്നതിനെല്ലാത്തിനും മായയുടെ കെട്ടുണ്ട്. മായയുടെ മറ നീക്കിയുള്ള ഈശ്വര സത്യത്തെ അറിയണമെങ്കിൽ ഈശ്വരനെ രൂപത്തിൽ ആരാധിച്ചാൽ സാധ്യമല്ല. ദ്വൈതത്തിലുള്ള ആരാധന കൊണ്ട് സാധിക്കില്ല, അദ്വൈതം കൊണ്ട് മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മായയുടെ മറ നീക്കിയാൽ മാത്രമേ അദ്വൈതത്തെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. മായ നീങ്ങണം, അപ്പോഴേ അദ്വൈതത്തെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ശ്ലോകം 31. സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജൻ അഗതേന യഥാ ആമയം അഗതേന യഥാ ആമയം. സംയച്ഛ, അതുകൊണ്ട് മകനെ നീ സ്വയം നിയന്ത്രിക്കുക. രോഷം, നിന്റെ കോപത്തെ, സഹോദരനെ കൊന്നവരോടുള്ള നിന്റെ കോപത്തെ നീ നിയന്ത്രിക്കുക. ഭദ്രം തേ, നിനക്ക് മംഗളം സംഭവിക്കട്ടെ. തേ പ്രദീപം, പ്രദീപം എന്ന് വെച്ചാൽ തടസ്സമായി നിൽക്കുക. ശ്രേയസാം പരം, നിന്റെ ശ്രേയസ്സിന്, പരമമായ ശ്രേയസ്സിന് തടസ്സമായി നിൽക്കുന്ന നിന്റെ ഉള്ളിലെ ആ കോപം ഉണ്ടല്ലോ, ആ ദ്വൈതഭാവം, ആ കോപം, ഇതിനെയൊക്കെ നീ സ്വയം നിയന്ത്രിക്കുക. അതിന് ശ്രുതേന ഭൂയസ, യഥാർത്ഥ തത്വത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ ഇപ്പോൾ, അത് നീ നിത്യവും ശ്രുതേന കേൾക്കുക എന്ന്. ഒരു ദിവസം കേട്ട പരമമായ തത്വം ഉള്ളിൽ ഉറയ്ക്കുകയില്ല. ആ ഈശ്വരൻ്റെ തത്വത്തെ, പരമമായ തത്വത്തെ നീ ദിവസവും എന്നും ശ്രുതേന കേൾക്കുക. രാജൻ, അല്ലയോ രാജാവേ, എന്തുപോലെ എന്നാ പറയണത്? ആമയം, ഒരസുഖത്തെ അഗതേന, വൈദ്യചികിത്സ കൊണ്ട് യഥാ, എപ്രകാരമാണോ മാറ്റുന്നത് അതുപോലെ വേണം ഈ കോപത്തെ മാറ്റാൻ. അസുഖം വരുമ്പോൾ ഒരു ദിവസം രാത്രി മരുന്ന് കഴിച്ചാൽ മാറുമോ? ഇല്ല. അതൊരു കോഴ്സ് പോലെ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ, അല്ലെങ്കിൽ വലിയ വലിയ അസുഖങ്ങളാണെങ്കിൽ വർഷങ്ങളോളം, 3 വർഷം 2 വർഷമൊക്കെ 1 വർഷമൊക്കെ അതിൻ്റെ മരുന്ന് നമ്മൾ ചികിത്സ എടുത്തുകൊണ്ടേയിരിക്കണം. ഒറ്റ ദിവസം കൊണ്ട് മരുന്ന് കഴിച്ച് ഒരിക്കലും അസുഖം മാറില്ല എന്ന് പറയുന്നത് പോലെ ഈശ്വരൻ്റെ ശരിയായ ഈശ്വര തത്വത്തെക്കുറിച്ച് നിത്യവും കേട്ടിട്ട്, അങ്ങനെ നിൻ്റെ ശ്രേയസ്സിന്, പരമമായ ശ്രേയസ്സിന് തടസ്സം നിൽക്കുന്ന ഈ ഭേദചിന്ത, ഈ ഒരു കോപം, ഇതിനെയൊക്കെ നീ തന്നെ സ്വയം നിയന്ത്രിക്കണം. നിത്യവും കേൾക്കുമ്പോൾ മനസ്സിൽ വേരുറയ്ക്കും. അസുഖം വരുമ്പോൾ കൃത്യമായി മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറുന്നത് പോലെ നിത്യവും ഇതിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലിരിക്കുന്ന ഭേദചിന്തയും, മനസ്സിലുള്ള കോപം, വെറുപ്പ്, അസൂയ, അഹങ്കാരം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോവുകയും അങ്ങനെ ആ മനസ്സിന് പരമമായ ഒരു ശാന്തി, ആ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ അങ്ങനെ ഉറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നത് പോലെ കോപമാകുന്ന ഈ ഒരു നിന്റെ ശ്രേയസ്സിന് തടസ്സം നിൽക്കുന്ന ഈ ഒരു വികാരത്തെ നീ നിത്യവും ഈശ്വര തത്വത്തെക്കുറിച്ച് കേട്ട് 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 അതിനെ അങ്ങോട്ട് അതൊരു ചികിത്സയാണ്, മരുന്നാണത്. ആ മനസ്സിനെ പരിശുദ്ധമാക്കാൻ, ശുദ്ധീകരിക്കാനുള്ള മരുന്ന് പോലെയാണത്. അതങ്ങനെ സത്സംഗങ്ങളിലൂടെ കേട്ട് 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 നീ നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കൂ. ശ്ലോകം 32. യേന ഉപസൃഷ്ടാത് പുരുഷാത് ലോകഃ ഉത്തിജതേ വൃശം ന ബുധഃ ന ഭൂതഃ തദ്വശം ഗച്ഛേത് ഇച്ഛൻ അഭയമാത്മനഃ. യേന ഉപസൃഷ്ടാത് പുരുഷാത് ലോകഃ ഉദ്വിജതേ വൃശം ന ഭൂതഃ തദ്വശം ഗച്ഛേത് ഇച്ഛൻ അഭയമാത്മനഃ. യേന ഉപസൃഷ്ടാത്, ഏത് ഒരു മനുഷ്യന് കോപമുണ്ടെങ്കിൽ പുരുഷാത്ത്, ആ വ്യക്തിയെ ലോകഃ, ഈ ലോകം മുഴുവൻ ഉദ്വിജതേ വൃശം, വളരെയധികം ഭയക്കുന്ന. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഗ്രഹനാഥൻ മൂക്കത്ത് ചുണ്ടിയുള്ള ഒരാളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരും ഒരു ഭയത്തോടു കൂടിയാവും ആ ആളെ കാണുക. എപ്പോഴും ദേഷ്യം.
ഒരു കറി ഭക്ഷണം ഉണ്ടാക്കിയത് ഒരു ടേസ്റ്റ് കുറഞ്ഞാൽ അപ്പം ദേഷ്യം, വിചാരിച്ച ആളെ കയറി വരുമ്പോൾ ആളെ വേണ്ട രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അപ്പം ദേഷ്യം, ആൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഒന്ന് ശബ്ദമുയർന്ന അപ്പം ദേഷ്യം. അങ്ങനെ വളരെയധികം ദേഷ്യം കൂടുതലുള്ള ആൾക്കാരെ ലോകം മുഴുവനും ഭയപ്പെടുന്നാണ് പറയുന്നത്. ഏന ഉപസൃഷ്ടാത്ത്, നല്ലൊരു കോപമുള്ള പുരുഷ ഒരു വ്യക്തിയെ ഉദ്ദിജിതേ വൃഷം, വളരെയധികം ഭയക്കും. എല്ലാവരും എപ്പോഴും എപ്പോഴും എല്ലാവരും ഭയക്കുന്നു. അപ്പം അതുകൊണ്ട് ഭൂതഹ എന്ന് പറഞ്ഞാൽ നല്ല വിവേകിയായ ബുദ്ധിയുള്ള ഒരുവൻ തദ്വശം ഗച്ഛേത്, ആ കോപത്തെ ഗച്ഛേത് നിയന്ത്രിക്കാനായിട്ട്, ഗച്ഛേത് എന്ന് വെച്ചാൽ ശ്രമിക്കണം, നിയന്ത്രിച്ച് നിർത്തണം. വിവേകിയാണെങ്കിൽ നിങ്ങൾ ആ കോപത്തെ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കണം. എന്നിട്ട് പറയാണ് ഇച്ഛൻ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക, അഭയമാത്മന, ആത്മാവിനെ മുക്തനാക്കണം. ആത്മാവാകുന്ന എന്നെ ഈ ശരീരങ്ങൾ എടുത്തു വരുന്നതിൽ നിന്നും മുക്തനാക്കണം, സ്വതന്ത്രനാക്കണം എന്നാണ് നിങ്ങൾ ഇച്ഛൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി നിർത്തുന്ന ഈ കാമക്രോധ വികാരങ്ങളെയൊക്കെ, കോപത്തെയൊക്കെ നീ സ്വയം അടക്കണം. മനസ്സിലായ? ഇല്ലെങ്കിൽ ആത്മാവ് സ്വതന്ത്രനാവില്ല, പ്രാരാബ്ദങ്ങൾ വരും. വീണ്ടും വീണ്ടും ആത്മാവിന് പലവിധ ശരീരങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ആത്മാവിൻ്റെ അഭയം, ആത്മാവിൻ്റെ മുക്തിയാണ്, സ്വാതന്ത്ര്യമാണ് നീ ഇച്ഛൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തദ്വശം ഗച്ഛേത്, ആ കോപത്തെ നീ നിയന്ത്രിക്കണം. ബുദ്ധിയുള്ളവനാണെങ്കിൽ, വിവേകിയാണെങ്കിൽ. കാരണം കോപിഷ്ഠനായ ഒരു വ്യക്തിയെ ലോകം മുഴുവൻ എപ്പോഴും ഭയത്തോടെയാണ് കാണുന്നത്. മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ അതൊരു റെസ്പെക്റ്റും ബഹുമാനവും അല്ല, ഭയമായിരിക്കും വരിക. ഭയം കൊണ്ടുള്ളൊരു ബഹുമാനമായിരിക്കും തരുന്നത്. അത് നിന്റെ കർമ്മഫലത്തെ കൂട്ടും, അതിലൊരു സംശയവുമില്ല. ശ്ലോകം 33. ഹേളനം ഗിരിശ ഭ്രാതു ധനദസ്യ ത്വയം കൃതം യത് ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃജ്ഞാൻ ഇതി അമർഷിതഃ. ഹേളനം ഗിരിശഭ്രാതുഃ ധനദസ്യ ത്വയം കൃതം യത് ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃജ്ഞാൻ ഇതി അമർഷിതഃ. ഹേളനം അപമാനിക്കുകയാണ് എന്ന്. ഗിരിശ, ഇതിനെല്ലാത്തിനും അപ്പുറത്ത് അവസാനമായിട്ടൊരു കാര്യം കൂടിയും സ്വയംഭൂവം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണേ. കുബേരൻ എന്ന് പറയുന്നത് മഹാദേവൻ്റെ ബന്ധുവാണ്. കുബേരൻ്റെ ആ യക്ഷന്മാരെ മഹാദേവൻ തൻ്റെ തൊട്ടടുത്താണ് അളകാപുരി നഗരത്തിൽ താമസിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പ്രത്യേക പ്രീതി സമ്പാദിച്ചവരാണ് യക്ഷന്മാർ. കുബേരൻ ഭഗവാന്റെ ബന്ധുവുമാണ്. ആ കുബേരനെ അപമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാദേവൻ്റെ ഒരു അപ്രീതി നിന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിനക്ക് ദോഷം ചെയ്യും. അതാണ് പറയുന്നത് ഹേളനം, അപമാനിക്കുകയാണ്. ത്വയം കൃതം, നീ ചെയ്തത്. ഗിരിശഭ്രാതു, മഹാദേവൻ്റെ ബന്ധുവായ ധനദസ്യ, കുബേരൻ്റെ അനുയായികളെ, യക്ഷന്മാരെ കൊന്നെടുക്കുന്നതിലൂടെ മഹാദേവൻ്റെ ബന്ധുവായ കുബേരനെ നീ അപമാനിക്കുകയാണ് ചെയ്തത്. യത് ജഗ്നിവാൻ, അതുകൊണ്ട് ജഗ്നിവാൻ, നീ വധിച്ചു. പുണ്യജനാൻ, യക്ഷന്മാരെ. ഭ്രാതൃഘ്നൻ, നിന്റെ സഹോദരനെ വധിച്ചതിന് പകരമായിട്ട്. ഇതി അമർഷിത, അതിൻ്റെ കോപം കൊണ്ട്. നിന്റെ സഹോദരനെ ഒരു യക്ഷൻ വധിച്ചു എന്നതുകൊണ്ട് കോപം വന്ന് നീ കുബേരൻ്റെ അനുയായികളായ യക്ഷന്മാരെയൊക്കെ വധിച്ചു. ആ കർമ്മത്തിലൂടെ നീ കുബേരനെ അപമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ മഹാദേവൻ്റെ ബന്ധുവായിരിക്കുന്ന കുബേരനെ. അത് നിനക്ക് നല്ലതല്ല മകനെ എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, നീ കുബേരനെ പോയി നമസ്കരിക്കണം. അദ്ദേഹത്തിനോട് ചെയ്ത തെറ്റിന് ആദരപൂർവ്വം അദ്ദേഹത്തെ പ്രണമിച്ച് സ്വീകരിക്കണം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ തെറ്റിനൊരു പരിഹാരം നീ കാണണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 34. തം പ്രസാദയ വത്സ ആശു സംനത്യ പ്രശ്രയഃ ഉക്തിഭിഃ ന യാവത് മഹതാം തേജഃ കുലം ന അഭിഭിവിഷ്യതി. തം പ്രസാദയ വത്സ ആശു സംനത്യ പ്രശ്രയ ഉക്തിഭിഃ ന യാവത് മഹതാം തേജഃ കുലം നഃ അഭിഭിവിഷ്യതി. തം, ആ കുബേരനെ പ്രസാദയ, നീ സന്തോഷിപ്പിക്കണം, പ്രസാദിപ്പിക്കണം. വത്സ, അല്ലയോ പുത്ര. ആശു, വളരെ പെട്ടെന്ന് തന്നെ. സംനത്യ, പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്. പ്രശ്രയ ഉക്തിഭിഃ, ആദരവോടുകൂടി പെരുമാറി സംസാരിച്ചുകൊണ്ടും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് നീ ആ കുബേരനെ
പ്രസാദിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മഹതാം തേജഃ, മഹത്തായ വ്യക്തികളുടെ തേജസ് കൊണ്ട് കുലം ന അഭിഭിവിഷ്യതി, നമ്മുടെ കുലത്തിനൊരു ദോഷം യാവത് വരുന്നതിന് മുൻപ്, നഹ എന്ന് വെച്ചാൽ നമ്മുടെ, നഹ എന്ന് വെച്ചാൽ നമ്മുടെ കുലം, നമ്മുടെ കുലത്തിന് ന അഭിഭിവിഷ്യതി എന്ന് വെച്ചാൽ നമ്മുടെ കുലത്തിനെ ബാധിക്കാതിരിക്കാൻ, യാവത് അതിനു മുൻപ് ആ ദോഷം, മഹത് വ്യക്തികളുടെ തേജസ് കൊണ്ട് അവരെ അപമാനിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ, അത് ആ വ്യക്തി ആരാലാണോ അത് സംഭവിച്ചത് അവൻ്റെ കുലം മുഴുവൻ നശിച്ചു പോകുന്ന പറയാം. അപ്പോൾ കുബേരൻ എന്ന മഹത് വ്യക്തിയുടെ തേജസ് കൊണ്ട്, അദ്ദേഹത്തിനെ അപമാനിച്ചതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ കുലം നശിച്ചു പോകുന്നതിന് മുൻപ്, യാവത് എന്ന് വെച്ചാൽ മുൻപ്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. പ്രണാമങ്ങൾ അർപ്പിച്ച് ആദരപൂർവ്വം സംസാരിച്ചും പെരുമാറിയും അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കണമെന്ന് സ്വയംഭുവ മനു, മുത്തശ്ശനായ സ്വയംഭുവ മനു ധ്രുവന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നതാണ് ശ്ലോകം 35 കാണുന്നത്. ഏവം സ്വയംഭൂവഃ പൗത്രം അനുശാസ്യ മനുഹു ധ്രുവം തേന അഭിവന്ദിതഃ സാഗം ഋഷിഭിഃ സ്വപുരം യയൗ. ഏവം ഈ പ്രകാരം സ്വയംഭൂവ മനു പൗത്രം തൻ്റെ പേരക്കുട്ടിയായ പൗത്രനായിട്ടുള്ള ധ്രുവനെ അനുശാസ്യ ഉപദേശിച്ചതിന് ശേഷം തേന അഭിവന്ദിതഃ ധ്രുവനാൽ പ്രണമിക്കപ്പെട്ടിട്ട് വന്ദിക്കപ്പെട്ടിട്ട് ആ മനു സാഗം ഋഷിഭിഹി തൻ്റെ ഋഷിമാരോടൊപ്പമാണല്ലോ വന്നത്, ആ ഋഷിമാരോടൊപ്പം സ്വപുരം സ്വന്തം ധാമത്തിലേക്ക്, സ്വന്തം നഗരത്തിലേക്ക് യയൗ തിരിച്ചുപോയി എന്ന്. ഇപ്രകാരം തൻ്റെ പൗത്രനായിട്ടുള്ള ധ്രുവനെ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം സ്വയംഭുവ മനു അങ്ങനെ ധ്രുവൻ മുത്തശ്ശനെ വണങ്ങി, അതിനുശേഷം മനു തൻ്റെ സ്വന്തം പുരിയിലേക്ക്, നഗരത്തിലേക്ക് ഋഷിമാരോടൊപ്പം തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ നല്ല വിശദമായിട്ട് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ഈശ്വരം, അതായത് പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ഭൗതികമായ ധർമ്മങ്ങളെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ ഉപരിയായിട്ടുള്ള ആത്മീയ ധർമ്മം എന്താണോ, ആ ഈശ്വര തത്വം എന്താണോ അത് പറഞ്ഞു കൊടുത്ത്, ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴും നീ ചെയ്തത് തെറ്റാ, ഭൗതിക ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴും നീ ചെയ്തത് തെറ്റാ, നിന്റെ സഹോദരനെ വധിച്ചത് ഒരു യക്ഷന, നീ ആ കുലം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഭൗതികമായ ഒരു ധാർമ്മിക മര്യാദയുടെ കാര്യത്തിൽ ചിന്തിക്കുമ്പോഴും തെറ്റാണ്. ഇനി ഈശ്വര തത്വമായിട്ട് ആത്മീയ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊന്നു, വധിച്ചു, ശത്രു, മിത്രം, ഈ വ്യതിയാനം ഭഗവാനില്ല. ഭഗവാൻ സർവചരാചരങ്ങളെയും ഒരുപോലെയാണ്, എല്ലാവരുടെയും ഉള്ളിൽ സമമായി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ആ ഭാവത്തിൽ, ഏകഭാവത്തിൽ എല്ലാവരെയും കാണണം. അവിടെ എൻ്റെ സഹോദരനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാന്ന് പറയുമ്പോൾ ദ്വൈതമായി. അതുകൊണ്ട് ആത്മീയ ധർമ്മത്തെക്കുറിച്ചിലൂടെ നോക്കുമ്പോഴും തെറ്റാണ്, ഭൗതിക ധർമ്മത്തിലൂടെ നോക്കുമ്പോഴും തെറ്റാണ്. ഇത് രണ്ടും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി മഹാദേവൻ്റെ ബന്ധുവായ കുബേരനെ അപമാനിച്ചാൽ മഹാദേവൻ്റെ അപ്രീതി സമ്പാദിക്കും, അതും നിനക്ക് ദോഷം ചെയ്യും. അതുമാത്രമല്ല, മഹത്തായ വ്യക്തിയാണ് കുബേരൻ, ദേവനാണ്. അദ്ദേഹത്തിൻ്റെ തേജസ് കൊണ്ട് അപമാനിതനായാൽ അദ്ദേഹത്തിൻ്റെ തേജസ്സിനാൽ നമ്മുടെ കുലം നശിച്ചു പോകും. അതിനു മുൻപ് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് അദ്ദേഹത്തിനെ നല്ല ആദരപൂർവ്വം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം. അങ്ങനെ അതിന് പ്രായശ്ചിത്തം കാണണം എന്നൊക്കെ ധ്രുവന് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശൻ. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നഗരത്തിലേക്ക് പോകുന്നു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പോരെ? ധ്രുവന് ശരിക്കും ആ ഒരു 5 വയസ്സ് 5 മാസത്തെ തപസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരുടെയും സ്നേഹവും അതൊക്കെ എന്താ പറയുക, ബഹുമാനവും ആദരവും ഒക്കെ അനുഭവിച്ച് വളർന്ന് പിന്നീട് രാജാവായി മാറിയപ്പോൾ, ഞാൻ രാജാവാണ്, എൻ്റെ ശക്തിയാണ്, എന്നെ എവിടെയും തോൽക്കണില്ലല്ലോ, ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ലേ, എന്താഗ്രഹിച്ചാലും സാധിക്കുന്ന ആ ഒരു അവസ്ഥയെ വന്നപ്പോൾ പിന്നെ ഇനി എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കർമ്മത്തിൽ ഞാൻ രാജാവ്, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു ഞാൻ എന്ന ഭാവം അതോടൊപ്പം വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ കൂടിയും വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ധ്രുവനെ തിരുത്താനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ധ്രുവന് സ്വന്തം തെറ്റു മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇനി അധ്യായം 12 കാണുന്നത് ധ്രുവ മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാനിലേക്ക്
മനസ്സാൽ മടങ്ങുന്നതാണ് നമ്മളിനി അടുത്ത അധ്യായത്തിൽ കാണുന്നത്. അതിനി നമുക്ക് അടുത്ത ആഴ്ച. താങ്ക് യു. അപ്പോൾ ധ്രുവൻ്റെ കഥ